സ്കൂൾ മാനേജ്മെന്റ് ഒരു വിശദീകരണം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. അവിടെ ഒരു സ്റ്റാഫിന്റെ പ്രശ്നമായിരുന്നു. എന്നിട്ട് തൂക്കിയില്ല, അയാൾ ചുമ്മാതെ ഒരു 500 രൂപ എങ്ങാണ്ട് പുള്ളിയുടെ പിള്ളേരെടുത്ത് പുള്ളി വിരട്ടിയതാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഇന്നലെ നീ അവിടുന്ന് പോകേണ്ട ആളായിരുന്നു. അപ്പൊ ഇച്ചിരി ഇദ്ദേഹത്തെ ഇദ്ദേഹം വീട് താമസമില്ലാത്തതുകൊണ്ട് വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാഴ്ചയും കൂടെ ചോദിച്ചത്. അങ്ങനെ അവിടെ നിന്നത്. അയാളെ സ്ഥാപനത്തിൽ നിന്ന് പുള്ളിയുടെ ഇത് കഴിഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ലൈജു. ഇയാൾക്ക് ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പം നീ ഇപ്പം മുമ്പോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളെ പറഞ്ഞു വിടേണ്ട വിഷമമൊക്കെ കാണും. നമ്മളോടുള്ള ഒരു വൈരാഗ്യം കാണിച്ചത് കൂടെ ആയിരിക്കും ചിലപ്പോൾ. അല്ല, ഇയാള് വരട്ടാൻ നോക്കിയതാ പിള്ളേരെ. ഈ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ്. ശ്രീ രാജൻ, ഈ സംഭവം ഉണ്ടായി എന്ന കാര്യം ഈ ബോർഡിങ്ങിൻ്റെ അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ലൈജു എന്ന അധ്യാപകൻ പ്രശ്നക്കാരനാണ്, ഇയാൾക്കെതിരെയാണ്. പക്ഷെ അതിൽ നിന്നും സ്കൂൾ മാനേജ്മെൻറ്റിന് കൈയൊഴിയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് മുമ്പും അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന കാര്യം കുട്ടികളെ പരാതിപ്പെടുക വല്ലതും ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഈ പരാതികളെല്ലാം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടോ? മറ്റു കുട്ടികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ കുട്ടിയെ ഇതിന് മുൻപ് ഒരു പ്രാവശ്യം കവളത്തടിച്ചെന്നും പറഞ്ഞൊരു കുട്ടി പറഞ്ഞായിരുന്നു, വീട്ടിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ച് പ്രിൻസിപ്പാളിനെ വിളിച്ച കാര്യം പറഞ്ഞ് ഇതുപോലെ പറഞ്ഞത് അറിയാൻ പറ്റിപ്പോയതാ, ഇനി അത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് അറിയാതെ ഒന്നും നടക്കത്തില്ല അവിടെ. കുട്ടികളുടെ കുട്ടികളോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരെ അവിടെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നുണ്ട്. അവരെ ഇപ്പോൾ ഈ മാസം ഈ വെക്കേഷൻ ടൈമിൽ അവര് ആ കുട്ടികളോട് രണ്ടുപേരോട് ഇന്നലെ ചോദിച്ചത് മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരാള് അർബാന ഈ ഉന്തുവണ്ടി കുത്തിക്കൊണ്ട് പോകുന്നു, മണല് തോട്ടിൽ നിന്ന് കോരി ഒരാൾ ഈ വണ്ടിയിൽ ലോഡ് ചെയ്യുന്നു, ഒരാൾ കൊണ്ടിടുന്നു അർബാനയിൽ. ഈ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കുന്നവര്. അപ്പൊ ഇത് അവരറിയാതെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതായത് ഇത് ഹോസ്റ്റലാണെങ്കിലും കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ അവിടെ വിട്ടിരിക്കുന്നത്. പക്ഷെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ജോലി എടുപ്പിക്കുന്നുണ്ട്. അങ്ങേറ്റം മോശമായ പെരുമാറ്റം ഉണ്ടാവുന്നുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. അതല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പറയില്ലല്ലോ. ഇപ്പൊ 2-3 അവസ്ഥയായി ഇങ്ങനെ പറയുന്നത്. അതിനാൽ നമ്മൾക്ക് ജെറ്റ് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ബോർഡിങ്ങുകളിൽ കൊണ്ടുവിടുന്നത്. കുട്ടിയുടെ തള്ളക്കാണെങ്കിൽ കിടപ്പുരോഗിയായത് ഒരു 4 കുട്ടികളാണ് അവർക്ക്. അപ്പൊ അവർക്ക് നോക്കാനും കാണാനും ഉള്ള ഒരു സൗകര്യക്കുറവ് കൊണ്ടാണ് ഈ പിള്ളേരെ ഇവിടെ വിട്ടത് തന്നെ. എത്ര കുട്ടികളുണ്ട് മൊത്തം ഈ ഹോസ്റ്റലിൽ എത്ര കുട്ടികളുണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇത് ഇപ്പോഴും വെക്കേഷനിലെല്ലാം കുട്ടികൾ പകുതി ആൾക്കാരും പോയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.